ഇപ്പോൾ ശ്രീ ബിനോയ് വിശ്വം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബിനോയ് വിശ്വം, രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു. അത് നമുക്കറിയാം. രണ്ട് മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് വയനാട് ഒഴിയുക എന്ന തീരുമാനമെടുക്കുന്നത്. വളരെ വൈകാരികമായ ബന്ധമുണ്ട് എങ്കിലും ആ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഒഴിയുന്നു എന്ന് പറയുന്നു. പകരം പ്രിയങ്ക ഗാന്ധി വരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാനാകും എന്ന വിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. എങ്ങനെയാണ് താങ്കൾ ആ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ഈ തീരുമാനം എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്? ഇതായിരുന്നു കോൺഗ്രസിന്റെ മനസ്സിലെ പദ്ധതിയെങ്കിൽ രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ നാടകം കളിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അവര് കൊണ്ടുവന്നു. രാഹുൽ തന്റെ ഭാഗം നല്ലവണ്ണം അഭിനയിച്ചു. രാഹുൽ ജയിച്ചു. രണ്ടാമത്തെ ആഴ്ച രാഹുൽ രാജിവെച്ചു. ശരിക്കു പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളോട് കോൺഗ്രസ് കാണിച്ച ഒരു വഞ്ചനയാണെന്ന് പറഞ്ഞാൽ ആണ് ഏറ്റവും മിതമായ വാക്ക് സംഭവിച്ചിരിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഒഴിഞ്ഞുപോയി. ആ സീറ്റ് വേക്കന്റായി. അവിടെ മത്സരം വരും. സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾ LDF മത്സരിക്കും. മത്സരിച്ചേ തീരൂ. പിന്നെ ഒരു കാര്യമുള്ളത് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പണ്ടും ചോദിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് എന്ത് പറ്റുമെന്ന്. ഇന്ത്യ സഖ്യത്തിന് ഒന്നും പറ്റില്ല. ഇന്ത്യ സഖ്യം പൂർവാധികം ശക്തിയോടുകൂടി മുമ്പോട്ട് പോകും. രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരു ക്ഷതവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഒന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല. ആ ചിന്തയൊന്നും ആർക്കും വേണ്ട. CPI ഇന്ത്യ സഖ്യത്തിന്റെ ആശയങ്ങളെയും രാഷ്ട്രീയത്തെയും മുറുകെപ്പിടിക്കുന്ന പാർട്ടിയാണ്. LDFന് ആ രാഷ്ട്രീയത്തിന്റെ ശരികൾ ബോധ്യമാണ്. LDFിലെ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു താല്പര്യത്തെയും ഗുണപ്പെടുത്താൻ വേണ്ടിയല്ല ഞങ്ങളുടെ മത്സരം. ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസ് കാണിക്കേണ്ടിയിരുന്ന രാഷ്ട്രീയ പക്വത കാണിക്കാൻ കൂട്ടാക്കാതെ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യ എതിരാളിയായ BJPയുടെ തട്ടകമായി എല്ലാവരും കരുതിയ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കാൻ കൂട്ടാക്കാതെ ഇന്ത്യ ഹൃദയഭൂമിയായിട്ട് വിളിക്കപ്പെടുന്ന വടക്കേ ഇന്ത്യയിലെ എല്ലാ സാധ്യതകളും വെടിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ ഇങ്ങോട്ട് തെക്കോട്ട് പറഞ്ഞയച്ച് ഒരിക്കലും BJP ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങളുടെ രാഷ്ട്രീയ ശരികളെ പറ്റി തീർച്ചയായിട്ടും ചിന്തിക്കാൻ ജനങ്ങൾക്കാകും. ജനങ്ങൾ ചിന്തിക്കട്ടെ. അതിന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മത്സരരംഗം വെടിയുന്നുണ്ട്. ഞങ്ങളുടെ മറുപടി മത്സരരംഗത്ത് LDF ശക്തിയായി തന്നെ ഉണ്ടാകുമെന്നാണ്. ഞങ്ങൾ മത്സരിക്കാതെ കളം വിട്ടുപോയാൽ ആ കളം വിട്ടുപോക്ക് സഹായിക്കുന്നത് BJPയെ തന്നെയായിരിക്കും. BJPയെ തുണയ്ക്കുന്ന സഹായിക്കുന്ന ഒന്നും ഞങ്ങൾ CPIയോ LDFോ ചെയ്യില്ല എന്ന കാര്യം എല്ലാവർക്കും ഉറപ്പിക്കാം. തീർച്ചയായും. ശ്രീ ബിനോയ് വിശ്വം, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിരുന്നുവെങ്കിൽ മോദി തോൽക്കുമായിരുന്നു എന്നതാണ്. പക്ഷേ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ തെരഞ്ഞെടുപ്പ് കഴിയേണ്ടുവെന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പല ഘട്ടങ്ങളിലും രാഹുലിനേക്കാൾ ശക്തിയാണ് പ്രിയങ്ക എന്ന തരത്തിലുള്ള നറേറ്റീവുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ രാഹുൽ ഒഴിയുമ്പോൾ അതിനേക്കാൾ ശക്തിയായ സ്ഥാനാർത്ഥിയെയാണ് ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടിക്കെതിരെ മത്സരിക്കാൻ കൊണ്ടുവരുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. രാഹുൽ ഒഴിയുന്ന ഘട്ടത്തിലെങ്കിലും അത്തരം ശക്തമായ മത്സരം വേണ്ട എന്ന് വെക്കണമായിരുന്നു എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് കോൺഗ്രസ് പോലും കരുതിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എനിക്ക് സംശയമില്ല വാരണാസിയിൽ മോദിയെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു പ്രിയങ്ക മത്സരിച്ചിരുന്നെങ്കിൽ. അറിയാതെ പോയ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് പലപ്പോഴും നേരം വെളുക്കാൻ വളരെ വൈകും. അത് കോൺഗ്രസിന്റെ കാര്യം. ഞങ്ങൾക്ക് പക്ഷെ ഉറപ്പാണ്, ഞങ്ങൾ വയനാട്ടിൽ മത്സരിക്കാതെ ഇന്ത്യ സഖ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കളം വിട്ട് ഓടിപ്പോയാൽ ആ ഓട്ടം സഹായിക്കാൻ പോകുന്നത് ആത്യന്തികമായി BJPയെ തന്നെയായിരിക്കും. കാരണം UDFനും LDFനും ഇടയിൽ നിൽക്കുന്ന ഒരുപാട് മതേതര വോട്ടുകളുണ്ട്. LDFന്റെയും ബേസ് മതേതര വോട്ടുകളാണ്, UDFന്റെ ബേസ് മതേതര വോട്ടുകളാണ്. ആ വോട്ടുകളുടെ ഗണ്യമായ ഭാഗം LDFും UDFും കൂടെ മത്സരരംഗത്ത് നിന്ന് ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായിക്കൊണ്ട് ഒഴിഞ്ഞു മാറിപ്പോയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഒരുപാട് പേർ BJP ഭാഗത്തേക്ക് വോട്ട് ചെയ്യാൻ പോകും. അത് BJP ശക്തിപ്പെടുത്തും. തീർച്ചയായും തെരഞ്ഞെടുപ്പ് തോൽവി എങ്ങനെ ഉണ്ടായി എന്ന് നല്ല ഉറപ്പുണ്ട്. വയനാട്ടിലൊന്നല്ല, എവിടെയും ഞങ്ങൾ BJPയെ സഹായിക്കുന്ന ഒന്നും ചെയ്യില്ല.
തീർച്ചയായും ശ്രീ ബിനോയ് വിശ്വം, തെരഞ്ഞെടുപ്പ് തോൽവി എങ്ങനെയെന്നത് ഉള്ള വിലയിരുത്തൽ കൂടി നടക്കുന്ന ഒരു സമയമാണല്ലോ. നമുക്കറിയാം രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ വീണ്ടും തീരുമാനിക്കുമ്പോൾ രാഹുലിനെ കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി. അത് രാഹുൽ മുഖ്യമന്ത്രി പോരെന്ന തലത്തിലേക്ക് ഒരു ഘട്ടത്തിൽ മാറുന്നുണ്ടായിരുന്നു. CPI-യുടേതാണ് സ്ഥാനാർത്ഥിയെങ്കിൽ പോലും ആ നിലയ്ക്കുള്ള ഒരു ചിത്രം സംസ്ഥാനത്ത് രൂപപ്പെട്ടിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരത്തിൽ പോകാൻ ഞാനില്ല. എങ്ങനെയായിരിക്കും ഇനിയുള്ള മത്സര രംഗം? ഈ ഘട്ടത്തിൽ അത്തരം അനാവശ്യമായ ഒന്നിലേക്ക് ചർച്ച എപ്പോൾ കൊണ്ടുപോകേണ്ടതില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മത്സരം എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം ഒന്നും ഇപ്പൊ പറയാനില്ല. ശരി, വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം ഞങ്ങളോട് ഈ അവസരത്തിൽ സംസാരിച്ചതിന്.